നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാടി, US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂര് ഇക്കഴിഞ്ഞ 6 മാസം, അതായത് മാർച്ച് 31 വരെ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ച തൃശ്ശൂർ ജില്ലയിൽ എരുമപ്പെട്ടിക്ക് അടുത്ത് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയുടെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, അതായത് ഇക്കഴിഞ്ഞ 6 മാസത്തെ മേൽശാന്തിയായുള്ള സേവനത്തിൻ്റെ ഇടയിൽ ഉള്ള അനുഭവങ്ങൾ, അപൂർവ അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ ഒരു വേളയിൽ അങ്ങക്കുണ്ടായ അപൂർവമായ അനുഭവം? ഈ 6 മാസം ബാക്കിയുള്ള അമ്പലങ്ങളിലെ മേൽശാന്തിയും ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ പലതും പലതാണ്. കാരണം എന്താ വെച്ചാൽ, ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചിട്ടവട്ടങ്ങൾ മുൻനിശ്ചയിച്ചിട്ടുണ്ട്. അതുപ്രകാരം മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ, അതുപ്രകാരമാണ് ചെയ്യേണ്ടതും. പിന്നെ അതായത് കൃത്യസമയത്താണ് എല്ലാം. ഇന്നൊരു സമയം നാളെ സമയം അങ്ങനെയൊന്നും സാധാരണ അമ്പലങ്ങളിൽ മുഴുവൻ പ്രാക്ടിക്കലല്ല. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ ആ ചിട്ടപ്രകാരം മാത്രമേ ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഓരോ സെക്കൻഡിനും മിനിറ്റിനടക്കം പ്രാധാന്യങ്ങളുണ്ട്. പിന്നെ എന്താ വെച്ചാൽ, ഈ നമ്മുടെ പൂജയുടെ മേൽശാന്തിയാണ് ഒരുവിധം പ്രധാന പൂജകളൊക്കെ ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാവരുടെയും പണികൾ. അതായത് അദ്ദേഹം 10 നേരം വൈകി കഴിഞ്ഞാൽ അതിനനുസരിച്ച് എല്ലാം വൈകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സമയ പ്രാധാന്യം എപ്പോഴും ഇതുണ്ട്. ഈ അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒക്ടോബർ 1 ചാർജ് എടുക്കുമ്പോൾ, അതായത് 2024 ഒക്ടോബർ 1 മുതൽ 2025 മാർച്ച് 31 വരെ 6 മാസമാണ് കാലാവധി. ഈ ആദ്യത്തെ ദിവസം നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഉള്ള ഒരു സന്തോഷം, എന്താ സന്തോഷം, എന്തൊക്കെ ആകാംക്ഷകൾ, സന്തോഷങ്ങൾ ഒക്കെ ഒരുപാടുണ്ട്. എങ്ങനെ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്ത് കയറുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സന്തോഷങ്ങളും ഒരു അനുഭൂതികളും കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അതേ ആളെന്നെ മാർച്ച് 31 ഇറങ്ങി വരുമ്പോഴുള്ള മാനസികാവസ്ഥയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കാരണം വെച്ചാൽ, നമ്മൾ 1 അത്രയും സന്തോഷത്തോടും അത്രയും ആകാംക്ഷയോടും കൂടി അകത്തേക്ക് കയറി മാർച്ച് 31 തിരിച്ച് ഒരു വിഷമത്തിലാണ് നമ്മൾ സാധാരണ ഒരുവിധം എല്ലാവരും ഇറങ്ങിപ്പോരുക. കാരണം എന്താ വെച്ചാൽ, ഈ 6 മാസം ഗുരുവായൂരപ്പനെ മാത്രം ഭജിച്ച് ഗുരുവായൂരപ്പൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഗുരുവായൂരപ്പൻ മാത്രമായിട്ട് 6 മാസം ജീവിച്ചിട്ട് പിന്നെ നാളെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ, നാളെ എത്തിക്കഴിഞ്ഞാൽ നമ്മളാരുമല്ല, പുതിയ മേൽശാന്തിയാണ് എല്ലാം. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിഷമങ്ങളുണ്ട്. നല്ല അനുഭവമാണ്. രണ്ട് മാനസികാവസ്ഥയും നമുക്ക് മറക്കാനാവാത്ത ഓരോ അനുഭവങ്ങളാണ്. ഓരോ മേൽശാന്തിമാരും അത് അനുഭവിക്കും. എല്ലാം പ്രത്യേക ഈ ഓദിക്കന്മാരായ മേൽശാന്തിമാർക്ക് അത്ര കണ്ടുണ്ടാവില്ല. എങ്കിലും മേൽശാന്തി ആയിട്ടല്ല, അപ്പൊ അതിൻ്റെതായ വിഷമങ്ങൾ അവർക്കുണ്ടാവും. സ്ഥാനത്തല്ല അവരിയ്ക്കുക, ഓദിക്കൻ എന്ന സ്ഥാനത്താണ് ഇരിക്കുക. എങ്കിലും അവർക്ക് ഗുരുവായൂരപ്പനെ പൂജിക്കാനും പുഷ്പാഞ്ജലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത്ര കണ്ട് തോന്നിക്കില്ല. എങ്കിലും പുറമേയുള്ള മേൽശാന്തിമാരെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്. നാളെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനോ ഒന്നിനുമില്ല. അവിടുത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 31 അവസാനത്തെ ദിവസം പോരുമ്പോൾ ഒരുവിധം എല്ലാവരും കുറച്ച് സങ്കടത്തിലാവും എല്ലാവരും പോരുക. എല്ലാവർക്കും മകനെ വിട്ടുപോകുന്ന അമ്മയ്ക്കുണ്ടാകുന്ന വിഷമം അതെ താരതമ്യം ചെയ്യുമ്പോൾ അതങ്ങനെയാണ് ഉണ്ടാവുക. ഗുരുവായൂർ ക്ഷേത്രത്തില് മേൽശാന്തിയായിരുന്ന ഒരുവിധം എല്ലാ മേൽശാന്തിമാരും പറയാറുള്ളതാണ്, അപൂർവമായ ചില ഗുരുവായൂരപ്പൻ്റെ ചില പരീക്ഷണങ്ങൾ. അത്തരം ഏതെങ്കിലും പരീക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായിട്ട് നമുക്ക് എടുത്തു പറയാൻ ഉണ്ടോ? അല്ല, അങ്ങനെ എടുത്ത് ഒരുപാട് കുസൃതികളാണ് ഗുരുവായൂരപ്പൻ കുസൃതികളാണ് പലരെയും കാണിക്കുക. അതൊരു
ആയിട്ടല്ല, അത് ഒരുപാടുണ്ടാവും. അതിപ്പോൾ എന്താക്കിയാൽ മുഴുവൻ പെട്ടെന്ന് ഓർമ്മ വരില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. ഒന്നൊരു തിലകത്തിൻ്റെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. തിലകം കാണാതെയായിട്ട് തലേ ദിവസം വൈകുന്നേരം തിലകം കാണാതെ, ചെവിപ്പൂവ് കാണാതെയായിട്ട് വിഷമിച്ചിരുന്ന് അങ്ങനെ എത്ര നോക്കിയിട്ടും കണ്ടില്ല. അത് എന്നെ ഗുരുവായൂരപ്പൻ കാണിക്കാതെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ അറിയില്ല. സ്ഥിരം എല്ലാ ദിവസവും ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ എല്ലാ തിലകങ്ങളും എടുത്തു പോവുക. പക്ഷെ അന്നത്തെ ദിവസം അവിടെ അത് കണ്ടില്ല. അത് രാത്രി കുറെ വിഷമിച്ചിരുന്ന് പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ ചെവിയുടെ അതേ സ്ഥാനത്ത് തന്നെ അത് ഇരിക്കണ്ടായിരുന്നു. അതെ അതെ. കാരണം എന്താ വെച്ചാൽ അതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ തലേ ദിവസം അത്രയും നോക്കിയതാണ്. എല്ലാ ദിവസവും മാറ്റിവെക്കുന്നതാണ്. അന്നത്തെ ദിവസം അദ്ദേഹം ഒന്ന് കളിപ്പിച്ചു, ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കി, പിറ്റേ ദിവസം കാലത്ത് അത് കാണിച്ചു ചെയ്തു. അത്തരത്തിലുള്ള ചെറിയ ചെറിയ അങ്ങനെ. പിന്നെ ഒരു തിരുമുടി മാല വേണ്ടാന്ന് മാറ്റി വെച്ചപ്പോ അത് അദ്ദേഹം തന്നെ എന്റെ കൈ കൊണ്ട് തട്ടി മാറ്റിയിട്ട് പുതിയ തിരുമുടി മാല ചാർത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. തിരുമുടി മാല വൈകുന്നേരം താഴപൂജയ്ക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ ഓൾറെഡി 2-3 തിരുമുടി മാല ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ അത് മാറ്റി വെക്കേണ്ട, അത് അവിടെ പീഠത്തുമ്പ് വെച്ചാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ അത് എന്റെ കൈ കൊണ്ട് തട്ടി മാറ്റിപ്പിച്ചിട്ട് പുതിയത് വെപ്പിച്ചു. അത് ഗുരുവായൂരപ്പന്റെ ഒരു കളിയായിട്ട് ഞാൻ വിചാരിക്കണം. നമ്മൾ ആ ഗുരുവായൂർ മേൽശാന്തി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം, വെള്ളം കുടിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സമയത്താണ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിന് എങ്ങനെയാണ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നെങ്കിൽ ഉണ്ടാവുക. അങ്ങനെയൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു അനുഭവം? അതെന്താ വെച്ചാല് നമ്മള് വേണ്ട, അതായത് ഗുരുവായൂരപ്പന്റെ പൂജകൾക്ക് മാത്രമായിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ അത് തോന്നിക്കില്ല. വിശപ്പോ ദാഹോ ഭക്ഷണോ അങ്ങനത്തെ ഒന്നും ഗുരുവായൂരപ്പൻ തോന്നിക്കില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. നമ്മൾ അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും. വെള്ളം അതായത് പൂജകളില്ലാത്ത ദിവസങ്ങളിൽ, ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കല്ല നേരത്തെ രാവിലെ കഴിക്കാവുന്ന ദിവസങ്ങളുണ്ട്. അന്നത്തെ ദിവസം നമുക്ക് ഗുരുവായൂരപ്പൻ തന്നെ നേരത്തെ ആ സമയമായി കഴിഞ്ഞാൽ 8:30-9 മണിയാകുമ്പോഴേക്കും വിശപ്പ് തോന്നിക്കും, ദാഹം തോന്നിക്കും, അങ്ങനെ ചെയ്യും. വേണ്ട ഉച്ചപൂജ വേണ്ട ദിവസങ്ങളിലൊക്കെ നമുക്കത് തോന്നിപ്പിക്കില്ല ഗുരുവായൂരപ്പൻ. അതാണ് അത് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം എന്നോ എന്താ വെച്ചാൽ പറയാ. അദ്ദേഹം അത് നമുക്ക് മനസ്സിൽ തോന്നിയാലല്ലേ നമുക്ക് വിശപ്പ് ദാഹം ഒക്കെ തോന്നുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നമുക്കത് തോന്നിപ്പിക്കില്ല ഗുരുവായൂരപ്പൻ. എത്ര നേരം വൈകിയാലും 1 മണിയായാലും 2 മണിയായാലും വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നിപ്പിക്കില്ല. അത് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ശ്രീകോവിലിന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്തെക്കാട്ടിലും കൂടുതൽ ഭയങ്കര ചൂടാണ്. പ്രത്യേകിച്ച് രാവിലത്തെ ഒരു മണിക്കൂർ, അതായത് നിർമ്മാല്യം കഴിഞ്ഞ് മലനേദ്യം നട തുറക്കണ വരെയുള്ള 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടഞ്ഞു കിടക്കണ സ്ഥലമാണ്. കുറച്ചു നേരം ഓക്സിജൻ ഒന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ കുറെ നേരം അടഞ്ഞു കിടന്ന ഈ നെയ്വിളക്കിന്റെ ചൂട് നന്നായിട്ടുണ്ടാവും. അവിടേക്കാണ് നമ്മൾ കയറുക. എന്നിട്ട് ആ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നല്ല അധ്വാനമുള്ള സമയമാണ്. കാരണം വെച്ചാൽ ആ 1 മണിക്കൂറാണ് പ്രധാനമായിട്ട് നല്ല ഒരു പണിയുള്ള ഇത് വരുന്നത്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ക്ഷീണിക്കും. പക്ഷെ എങ്കിലും നമുക്കൊരു ദാഹം തോന്നിപ്പിക്കില്ല ഗുരുവായൂരപ്പൻ. ഉച്ച വരെ ഇപ്പൊ ഈ മാർച്ച് 31-ാം തീയതി ഞാൻ വരണമെന്നും ഒക്കെ ഒരു ഉച്ച എപ്പോഴായാലും നമുക്ക് ഒരു ദാഹം തോന്നിപ്പിക്കില്ല. അത് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം, അദ്ദേഹത്തിന്റെ ചൈതന്യത്തിന്റെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിപ്പിക്കാത്തത്. തോന്നിച്ചാലേ നമുക്ക് അതൊക്കെ തോന്നിക്കുള്ളൂ. നമ്മൾക്ക് പിന്നെ നമ്മുടെ മനസ്സും കൂടിയും ഗുരുവായൂരപ്പനിലേക്ക് പോവാണ്. അപ്പൊ പിന്നെ ഇതൊന്നും വിശപ്പോ ഇതൊന്നും തോന്നിപ്പിക്കില്ല എന്നുള്ളതാണ് കാര്യം. ക്ഷേത്രത്തിലെ പുലർച്ചെ നട തുറക്കുന്നത് മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെയുള്ള ആ പൂജാതി കർമ്മങ്ങൾ, മേൽശാന്തി നിർവഹിക്കുന്ന പൂജകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ രാവിലെ സാധാരണ 2:15 നീറ്റ് 2:30 കുളിക്കാൻ കുളത്തിലെത്തി, 2:45 കുളിച്ചെത്തി, 2:55 മുഖമണ്ഡപത്തിൽ കയറി നിൽക്കണം. 3 മണിക്ക് നട 3 മണി നാഴികമണി 3 അടിക്കണോട് കൂടിയിട്ടേ നട തുറക്കാൻ പാടുള്ളൂ. 1 മിനിറ്റ് മുമ്പേ 1 മിനിറ്റ് ശേഷമോ പാടില്ല. കൃത്യം 3 മണിക്ക് നട തുറക്കുക. അകത്ത് കയറി 3:15 വരെ നിർമ്മാല്യം ഉണ്ടാവും. അതോടുകൂടി അത് ഇപ്പം മാലകളും കളഭങ്ങളൊക്കെ മാറ്റി 3:30 കൂടിയിട്ട് തൈലാഭിഷേകം, വാകച്ചാർത്ത് ഒക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരച്ച് ബിംബും ശ്രീലകൊക്കെ ഒരച്ച് കഴുകണം. അതൊക്കെ 3:30 ആകുമ്പോഴേക്കും സാധാരണ കഴിയും. അത് കഴിഞ്ഞാൽ ശംഖാഭിഷേകം കഴിഞ്ഞ് 3:45 മലർ നിവേദ്യത്തിന് നട അടയ്ക്കും. മലർ നിവേദ്യത്തിന് നട അടച്ച് നേദ്യം കഴിഞ്ഞ്
തിരുമുഖം ചന്ദനം ചാർത്തി മാലകളൊക്കെ ചാർത്തി കിരീടമൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് സാധാരണ 4 മണിക്കാണ് നട തുറക്കേണ്ടത്. 4 മണിക്ക് നട തുറന്നാൽ പിന്നെ 4:30ക്കാണ് ഉഷനേദ്യം ഉള്ളത്. ഉഷനേദ്യം 4:30 കഴിഞ്ഞാൽ പിന്നെ 5:45 ഉഷപൂജ തുടങ്ങുക. ഉഷപൂജ 5:45 തുടങ്ങി 6 മണിയോടുകൂടി ഗണപതി ഹോമം. അത് കഴിഞ്ഞ് 6:15 6:20 നട തുറക്കും. അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശിവേലി. അതുവരെ എല്ലാ മേശാന്തിയാണ് ചെയ്യേണ്ടത്. എല്ലാ ഡ്യൂട്ടികളും ചെയ്യേണ്ടത് മേശാന്തിയാണ്. അടുത്ത പൂജ എന്ന് പറഞ്ഞാൽ പന്തീരടിയാണ്. അത് ഒതുക്കന്മാരാണ് ചെയ്യുക. അത് ഉദ്ദേശം 8:08 കൂടി പന്തീരടി പൂജ കഴിയും. 9 മണിക്ക് മുമ്പേ നട തുറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ. അത് മേശാന്തിയാണ് ചെയ്യേണ്ടത്. അത് സാധാരണ 11:15 11:30ക്കാണ് നേദ്യം പറയുക. അത് കഴിഞ്ഞ് 12:15 12:30 മണിക്കും നട തുറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മേശാന്തിക്ക് പോവാം. മുകളിലേക്ക് പോയാൽ പിന്നെ ഉച്ചരിഞ്ഞ് നട തുറന്നാൽ ശിവേലിയാണ് ആദ്യം. അത് മേശാന്തി ചെയ്യണം. എത്ര മണിക്കാ അത് ഉദ്ദേശം? അത് 3:30ക്കും തുറക്കും 4:30ക്കും തുറക്കും. മുടക്ക് ദിവസങ്ങളിൽ നോക്കിയിട്ട്. നട തുറന്നാൽ ആദ്യം ശിവേലി എന്ന കണക്ക്. എപ്പോഴാണ് നട തുറക്കണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ദീപാരാധന 6:15 സമയത്തിനനുസരിച്ച് ദീപാരാധന. അത് കഴിഞ്ഞാൽ അത്താഴ പൂജ. അത് കഴിഞ്ഞ് അത്താഴ ശിവേലി. ഇതെല്ലാം മേശാന്തിയാണ് ചെയ്യേണ്ടത്. ഒരു ദിവസത്തെ സാധാരണ രീതിയിൽ പന്തീരടി പൂജ മാത്രമേ ഉദിക്കന്മാർക്കുള്ളൂ. ബാക്കി എല്ലാ പൂജകളും ചെയ്യേണ്ടത് മേൽശാന്തിയാണ്. അത് സാധാരണ തിരക്കുള്ള ദിവസങ്ങളിൽ 9:30 9:45 ശിവേലി കഴിഞ്ഞ് മുകളിലെത്തും. അത് തിരക്കിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ മാത്രം. അപ്പം നിർമ്മാല്യ ദർശനം മുതൽ തൃപ്പുക വരെയുള്ള അത് കഴിഞ്ഞാൽ ശിവേലി കഴിഞ്ഞ് എത്തിയിട്ടാണ് തൃപ്പുക. തൃപ്പുക ചെയ്യുന്നത് കീഴ്ശാന്തിക്കാരാണ്. അത് അവരാണ് ചെയ്യുക. ശിവേലി കഴിഞ്ഞാൽ മേശാന്തി മോളിക്ക് പോവും. ശിവേലി കഴിഞ്ഞ് തിടമ്പകത്തേക്ക് എത്തിക്കഴിഞ്ഞാലാണ് തൃപ്പുക എന്ന് പറഞ്ഞ ചടങ്ങ് ഉള്ളത്. അങ്ങനെ ഒരു ദിവസത്തെ മുഴുവൻ പൂജകൾ അല്ലേ. അപ്പം അങ്ങനെ 6 മാസത്തെ പൂജ കഴിഞ്ഞ് തിരിച്ച് അതെ. ഈ ഒരു ഊഴത്തിലാണ് എന്നെ സംബന്ധിച്ച് ഉത്സവം കലശം എന്നുള്ള അതിപ്രധാനമായ ഗുരുവായൂരപ്പന്റെ ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റി. അതൊരു ഭാഗ്യമാണ്. ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനും കലശത്തിന് ബ്രഹ്മകലശം സഹസ്രകലശത്തിന്റെ ബ്രഹ്മകലശം എഴുന്നള്ളിക്കുക മേശാന്തിമാരാണ്. അത് എഴുന്നള്ളിക്കാനും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി. അത് ഗുരുവായൂരപ്പന്റെ കടാക്ഷം എന്നല്ലാതെ ഒന്നും പറയാനില്ല. അത് മുടക്ക് കൂടാതെ ഈ ഗുരുവായൂരപ്പൻ ഈ 6 മാസം എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ ഞാൻ തെളിവായി കണക്ക് കൂട്ടുന്നത് അസുഖങ്ങളോ അങ്ങനത്തെ ഒന്നും വരാതെ ഈ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ പൂജിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഗുരുവായൂരപ്പൻ ഉണ്ടാക്കി തന്നു. അത് ഗുരുവായൂരപ്പൻ എനിക്കുള്ള അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇത്രയും നേരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി 6 മാസം സേവനമനുഷ്ഠിച്ച ശ്രീജിത്ത് തിരുമേനി നമ്മളോട് പറഞ്ഞു തന്നു. നന്ദി. നമസ്കാരം.